വളരെ കംഫർട്ടബിൾ ആയിട്ട് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ സാരിയാണ്. സോഫ്റ്റ് സെമി ലിനൻ ആണ് സാരിയുടെ ഫാബ്രിക്. അതിൽ ഫുൾ ബോഡി ഹാൻഡ് വർക്ക് ആണ് സാരി. ഫ്ലോറൽ ഡിസൈൻസ് വരുന്നുണ്ട്. ആ ഒരു ഡിസൈൻ ഹൈലൈറ്റ് ചെയ്യുന്നത് ഹാൻഡ് വർക്കും അതിലൊരു സ്കാറ്റേഡ് ആയിട്ട് സ്വീക്കൻസ് വർക്കും വരുന്നുണ്ട്. വാട്ടർ ഗോൾഡ് സ്വീക്കൻസ് വർക്കും വരുന്നുണ്ട് സാരിക്ക്. ഇതിന്റെ ബോർഡർ പറയുകയാണെങ്കിൽ സിൽവറിൽ സിമ്പിൾ ബോർഡർ, ഒരു 1/4 ഇഞ്ചിലുള്ള ബോർഡർ, ഒരു 1/4 ഇഞ്ച് ബോർഡർ ആയിരിക്കും സാരിയുടെ രണ്ട് സൈഡിലും വരുന്നത്. ത്രൂ ഔട്ട് ദ ബോഡി ഈ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് ആണ്. നല്ല കുയില് കരയുന്നുണ്ട്. ഇവിടെ ഞാൻ ഔട്ട്ഡോർ ആണ് ഷൂട്ട് ചെയ്യുന്നത്. ഫ്ലോറൽ ഡിസൈൻസ് മൾട്ടി കളറിൽ തന്നെ ആയിരിക്കും സാരി വരുന്നത്. അതിൽ ആ ഒരു ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് കാന്ത സ്റ്റിച്ചിന്റെ പാറ്റേണിലായിരിക്കും ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് വരും. ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും. വളരെ സോഫ്റ്റ് കളറിലാണ് സാരി വന്നിരിക്കുന്നത്. ഒരു പേസ്റ്റൽ പീച്ചാണ് സാരിയുടെ കളർ. പേസ്റ്റൽ പീച്ചിൽ ഈ ഒരു മൾട്ടി കളറിൽ കാന്ത വർക്കിന്റെ ഫുൾ ഒരു മോട്ടീവ്സ് വന്നിട്ട് സിമ്പിൾ സിൽവറിലുള്ള സിമ്പിൾ ബോർഡർ ആയിരിക്കും വരും. മുന്താണി സെയിം സ്റ്റൈലിൽ തന്നെ ഒരു ഫ്ലോറൽ മോട്ടീവ്സിന്റെ കുറച്ചുകൂടി ഒരു ബിഗർ മോട്ടീവ്സ് ആയിരിക്കും പല്ലുവിൽ വരുമ്പോൾ. ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. ഞാൻ ക്ലോസറിൽ കാണിക്കാം കേട്ടോ. സാരി ഇതായിരിക്കും. സോഫ്റ്റ് സെമി ലിനൻ ആയതുകൊണ്ട് വളരെ കംഫർട്ടബിൾ ആണ്. സോഫ്റ്റ് മെറ്റീരിയലാണ് സാരി വരുന്നത്. ഒരു വർക്ക് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ഒരു കാന്ത വർക്കും അതിൽ ആ ഒരു സ്വീക്കൻസ് വർക്ക് വരുന്നുണ്ട് സാരിയിൽ. ബോർഡർ സിമ്പിൾ, ഒരു സിൽവറിലുള്ള സിമ്പിൾ ബോർഡർ ആയിരിക്കും സാരിക്ക് വരുന്നത്. ഇപ്പൊ മൾട്ടി കളറിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് ഏത് കളറിലെ ബ്ലൗസും ഇതിനോട് ഡ്രേപ്പ് ചെയ്യാം. സെൽഫ് കളറിലെ ഈ ഒരു പീച്ച് ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യാം. അതിൽ ഈ ഫ്ലോറൽ മോട്ടീവ്സിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. മുന്താണി ബ്ലൗസ് വരുന്നത് ഈ ഒരു പാറ്റേണിൽ സെയിം സ്റ്റൈലിൽ തന്നെ റണ്ണിങ് ബ്ലൗസ് ആണ് സാരിക്ക് വരുന്നത്. ഇനി ഇതിന്റെ തന്നെ ഡിഫറെന്റ് കളേഴ്സ് വരുന്നുണ്ട്. ഓരോ ഡിസൈൻ മാറുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. സെയിം ഡിസൈൻ തന്നെ വന്നിരിക്കുന്നത് കളർ പാലറ്റ് മാറിയിട്ടുണ്ട് സാരിയുടെ. പീച്ച് തന്നെയാണ്, ഒരു ടോൺ ഡാർക്കർ ആണ്. ഇത് മുൻപത്തെ സാരീനേക്കാളും ഒരു ടോൺ ഡാർക്കർ ആയിട്ടുള്ള പീച്ചിലാണ് സാരി വന്നിരിക്കുന്നത്. ഫ്ലോറൽ ഡിസൈൻസ് എല്ലാം സെയിം പാറ്റേൺ അതേ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും. ആ ഒരു ഹാൻഡ് വർക്കിന്റെ കാന്ത വർക്കിന്റെ മോട്ടീവ്സിലാണ് എൻ്റെ ഒരു സാരിയിലും ആ ഒരു വർക്ക് വരുന്നുണ്ട്. വിത്ത് സിമ്പിൾ ആ ഒരു സിൽവറിൽ തന്നെയുള്ള സിമ്പിൾ ബോർഡർ ആയിരിക്കും സാരിക്ക് വരുന്നത്. മുന്താണി ഈ ഒരു പാറ്റേണിലാണ് സാരിയുടെ പല്ലു വിത്ത് ബ്ലൗസ്. ബ്ലൗസിന്റെ സ്ലീവിൽ ഞാൻ പറയാൻ വിട്ടുപോയി കേട്ടോ. ബ്ലൗസിന്റെ സ്ലീവിലും ഒരു കാന്ത വർക്കിന്റെ ആ ഒരു സ്റ്റിച്ചും ആ ഒരു സ്വീക്കൻസ് വർക്കും വരുന്നുണ്ട് ബ്ലൗസിന്റെ സ്ലീവിൽ. ഈ ഒരു പാറ്റേണിലായിരിക്കും സ്ലീവ് വരുന്നത്. അത് കഴിഞ്ഞ് ബോഡിയിൽ വരുന്ന സിൽവർ ബോർഡറും വരുന്നുണ്ട് ബ്ലൗസിൽ. ഫ്ലോറൽ ഡിസൈൻസ് എല്ലാം സെയിം സ്റ്റൈലിൽ തന്നെ അതേ ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സും ഒരു സ്വീക്കൻസ് വർക്കും വരുന്നുണ്ട്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ഒരു പീച്ചിഷ് പിങ്ക് ആണ്. ബേബി പിങ്കും പീച്ചും പേസ്റ്റൽ പീച്ചും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. സെയിം സ്റ്റൈൽ അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും ഒരു ഹാൻഡ് വർക്കിന്റെ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നുണ്ട്. എൻറ്റയർ ബോഡി സെയിം സ്റ്റൈൽ. സോഫ്റ്റ് സെമി ലിനൻ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് മെറ്റീരിയൽ. മുന്താണി സെയിം പാറ്റേൺ തന്നെ ഇതായിരിക്കും. ഒരു കാന്തവകിൽ തന്നെ ആയിരിക്കും സാരിയുടെ പല്ലു വിത്ത് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ നല്ലൊരു സോഫ്റ്റ് പേസ്റ്റൽ ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വരുന്നത്. ഡിസൈൻ സെയിം തന്നെ കേട്ടോ. അതേ പാറ്റേണിൽ തന്നെ കാന്ത വർക്കും ഒരു വാട്ടർ ഗോൾഡ് സ്വീക്കൻസ് വർക്കിലായിരിക്കും ബോഡി കംപ്ലീറ്റ് വരിക. ഫുൾ അതേ ഹാൻഡ് വർക്ക് തന്നെ ആയിരിക്കും വരുന്നത് സാരി. മുന്താണി വിത്ത് ബ്ലൗസ്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആണ്. പ്ലെയിനിൽ ആ ഒരു വർക്ക് വരുന്നുണ്ടാവും ബ്ലൗസിന്റെ സ്ലീവിൽ വരുമ്പോൾ. സെയിം ഡിസൈൻ തന്നെ വന്നിരിക്കുന്നത്. കളർ ബേബി പിങ്ക് ആണ് സാരിയുടെ ടോൺ വരുന്നത്. സെയിം അതേ പാറ്റേണിൽ ഫ്ലോറൽ ഡിസൈൻസും കാന്ത വർക്ക് ആൻഡ് സ്വീക്കൻസ് വർക്ക് വിത്ത് സിമ്പിൾ ആ ഒരു സിൽവറിലുള്ള സിമ്പിൾ ബോർഡർ ആണ് സാരിക്ക് വരുന്നത് വിത്ത് റണ്ണിങ് ബ്ലൗസ്. അടുത്ത സാരിയുടെ കളർ പാലറ്റ് പറയുകയാണെങ്കിൽ പീച്ചാണ്. നല്ലൊരു സോഫ്റ്റ് പേസ്റ്റൽ പീച്ചാണ് വന്നിരിക്കുന്നത്. ഇതിൽ ആ ഒരു ഡിസൈൻ മാറിയിട്ടുണ്ട് കേട്ടോ. ഫ്ലോറൽ ഡിസൈൻസിൽ ചെറിയ വേരിയേഷൻസ് വന്നിട്ടുണ്ട്. വർക്ക് എല്ലാം സെയിം തന്നെ. കാന്ത വർക്കിലും സ്വീക്കൻസ് വർക്കിലും തന്നെ ആയിരിക്കും. ആ ഒരു മുന്താണിയിൽ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഒരു കാന്ത വർക്ക് വരിക. ഫ്ലോറൽ ഡിസൈൻസിൽ വളരെ ചെറിയ വേരിയേഷനാണ് വന്നിട്ടുള്ളത്. ഡിസൈൻ മാറുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. നെക്സ്റ്റ് ഡിസൈൻ ഇതാണ്. ബോർഡർ എല്ലാം സെയിം സ്റ്റൈലിൽ തന്നെ അതേ ആ ഒരു സിൽവറിൽ തന്നെയുള്ള സിമ്പിൾ ബോർഡർ. ബോഡി കംപ്ലീറ്റ് ഈ ഒരു മോട്ടീവ്സ് വരുന്നുണ്ട്. ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിന്റെ മോട്ടീവ്സ് ആയിരിക്കും എല്ലാ സാരീസിനും വരുന്നത്. പല്ലു റണ്ണിങ് ബ്ലൗസ്. ബ്ലൗസിന്റെ ആ ഒരു സ്ലീവിലും ആ ഒരു സിൽവർ ബോർഡർ തന്നെ ആയിരിക്കും വരുന്നത്. സെയിം അതേ ഡിസൈൻ തന്നെ വരുന്നത്. കളർ പാലറ്റ് മാറിയിട്ടുണ്ട്. ഇതൊരു ഷാമ്പെയിൻ പിങ്കും പേസ്റ്റൽ പീച്ചും കൂടിയുള്ള കോമ്പിനേഷനിലാണ് സാരിയുടെ ബോഡി വരുന്നത്. സെയിം സ്റ്റൈൽ. ഫ്ലോറൽ ഡിസൈൻസ് എല്ലാം അതേ പാറ്റേണിൽ തന്നെ കാന്ത വർക്കിൽ തന്നെ ആയിരിക്കും വിത്ത് സിമ്പിൾ ആ സിൽവർ ബോർഡർ. പല്ലു ഫുൾ വർക്കിൽ തന്നെ സാരിയുടെ മുന്താണി വരുന്നത്. റണ്ണിങ് ബ്ലൗസ്. ബ്ലൗസിൽ വരുമ്പോൾ ആ ഒരു സിൽവർ വർക്കും സിൽവർ ബോർഡറും ആ ഒരു ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സും വരുന്നത്. കാന്ത വർക്കും വരുന്നുണ്ട് എല്ലാ സാരീസിലും. നെക്സ്റ്റ് കളർ അതേ വർക്ക് തന്നെ അതേ ഡിസൈൻ തന്നെ വരുന്നത്. സോഫ്റ്റ് പേസ്റ്റൽ പീച്ചാണ് സാരിയുടെ കളർ വരുന്നത്. ഈ ഒരു ലുക്ക് ആയിരിക്കും സാരി. ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും. വീണ്ടും ഫ്ലോറൽ ഡിസൈനിൽ വളരെ ചെറിയ മൈന്യൂട്ട് ഡിഫറൻസ് വന്നിട്ടുണ്ട്. മൾട്ടി കളർ തന്നെയുള്ള ഫ്ലോറൽ ഡിസൈൻസ് ആയിരിക്കും. കാന്ത വർക്ക് ആൻഡ് സ്വീക്കൻസ് വർക്കിൽ തന്നെ സാരി വരുന്നത് വിത്ത് സിമ്പിൾ ആ ഒരു സിൽവറിൽ തന്നെ ബോർഡർ വരുന്നത്. ഇതിന്റെ കളർ പാലറ്റ് പറയുകയാണെങ്കിൽ പേസ്റ്റൽ ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വരുന്നത്. നല്ലൊരു ഒലിവ് ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത്. ഇതിൽ ആ ഫ്ലോറൽ ഡിസൈൻസും കാന്ത വർക്കും ഈ ഒരു പാറ്റേണിലായിരിക്കും. സിമ്പിൾ ബോർഡർ. അതേ ആ ഒരു മോട്ടീവ്സിൽ തന്നെയാണ് സാരിയുടെ പല്ലു വരുന്നത് വിത്ത് ബ്ലൗസ്. ബ്ലൗസ് വരുമ്പോഴും അതേ വർക്ക് എല്ലാ സാരിയുടെയും ബ്ലൗസിൽ ആ ഒരു ബോഡിയിൽ വരുന്ന കാന്ത വർക്കും ആ ഒരു സ്വീക്കൻസ് വർക്കിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. സെയിം അതേ ആ ഒരു ഡിസൈൻ തന്നെ വന്നിരിക്കുന്നത്. കളർ പാലറ്റ് പേസ്റ്റൽ പീച്ച് ആണ് സാരിയുടെ ഷെയ്ഡ്. ഇതിലും അതേ കാന്ത വർക്ക് ആൻഡ് സ്വീക്കൻസ് വർക്ക് വരുന്നുണ്ട് വിത്ത് സിമ്പിൾ ബോർഡർ ആൻഡ് റണ്ണിങ് പല്ലു, പ്ലെയിൻ ബ്ലൗസ് വിത്ത്
ആ ഒരു കാന്ത വർക്കിന്റെ ബോർഡർ ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരിക. നെക്സ്റ്റ് സാരി വീണ്ടും ആ ഒരു ഫ്ലോറൽ ഡിസൈനിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. സെയിം അതേ മൾട്ടി കളറിൽ തന്നെയായിരിക്കും വരുന്നത്. കാന്ത വർക്ക് തന്നെയാണ് സാരിയുടെ ബോഡിയിൽ, ആ ഒരു സ്വീക്വൻസ് വർക്ക് കാന്ത വർക്കിലായിരിക്കും വരുന്നത്. ഇതിന്റെ ആ ഒരു ഡിസൈൻ വരുമ്പം ഈ ഒരു പാറ്റേണിലാണ്. സാരിയുടെ കളർ പറയുകയാണെങ്കിൽ ഒരു പേസ്റ്റൽ പിങ്ക് ആൻഡ് ഷാമ്പെയിൻ പിങ്ക്, ഒരു ബ്ലെൻഡഡ് ടോണിലാണ് സാരി വന്നിരിക്കുന്നത്. പീച്ച് വന്നിട്ടുണ്ട്. പീച്ചും ഒരു ഷാമ്പെയിൻ പിങ്കും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് സാരി വരുന്നത്. ഫുൾ സെയിം സ്റ്റൈൽ, ആ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിന്റെ മോട്ടീവ്സ്, സിൽവറിൽ തന്നെയുള്ള സിമ്പിൾ ബോർഡർ, മുന്താണി, ബ്ലൗസിൽ ആ സെയിം വർക്ക് തന്നെ വരുന്നുണ്ട്. എല്ലാ സാരിക്കും ഈ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവ് വരിക. നെക്സ്റ്റ് കളർ നല്ലൊരു പേസ്റ്റൽ പീച്ചാണ് സാരിയുടെ ടോൺ വന്നിരിക്കുന്നത്. അതിലും ഫ്ലോറൽ ഡിസൈൻസ് എല്ലാം സെയിം സ്റ്റൈലിൽ തന്നെ. കാന്ത വർക്ക് ആൻഡ് സ്വീക്വൻസ് വർക്കിലാണ് ബോഡി കംപ്ലീറ്റ് വരിക. സോഫ്റ്റ് സെമി ലിനൻ ആണ് ഫാബ്രിക്. റണ്ണിങ് പല്ലു ആൻഡ് ബ്ലൗസ്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല കംഫർട്ടബിൾ ഫാബ്രിക് ആയിരുന്നു. സോഫ്റ്റ് സെമി ലിനനിൽ ഫുൾ ഹാൻഡ് വർക്കിലുള്ള സാരീസ് ആയിരുന്നു വന്നത്. നമുക്കൊരു ചെറിയ ഫംഗ്ഷനും ഡ്രേപ്പ് ചെയ്യാം, വർക്ക് വെയർ ആയിട്ട് ഡ്രേപ്പ് ചെയ്യാം, ഡെയിലി യൂസിന് ഉപയോഗിക്കാൻ പറ്റുന്ന കളക്ഷൻസ് ആയിരുന്നു. ലാസ്റ്റ് സാരി പേസ്റ്റൽ ഗ്രീൻ ആണ്, ഒലിവ് ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വരുന്നത്. ഡിസൈനിനും വേരിയേഷൻ വന്നിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിലായിരിക്കും ഈ സാരിയിൽ വരുമ്പം ആ ഒരു ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ് വരുന്നത്. ആ ഡിസൈൻസ് ഹൈലൈറ്റ് ചെയ്യുന്നത് കാന്ത വർക്കും സ്വീക്വൻസ് വർക്കും വെച്ചിട്ട് തന്നെയായിരിക്കും. ഇതാണ് വർക്കിന്റെ ഡീറ്റെയിലിംഗ്. ഇങ്ങനെ വരും. ബോർഡർ വരുന്ന സിമ്പിൾ, ആ ഒരു സിൽവറിൽ തന്നെയുള്ള സിമ്പിൾ ബോർഡർ. ഇതേ ആ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് തന്നെയായിരിക്കും സാരിയുടെ മുന്താണിയിൽ വരുന്നത്. ബോഡി കംപ്ലീറ്റ് ഈ ഒരു സ്റ്റൈലിൽ വരും. പല്ലു ആ ഒരു ഒലിവ് ഗ്രീനിൽ തന്നെ റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. സെയിം അതേ പാറ്റേണിൽ തന്നെ. എല്ലാ സാരീസിന്റെയും ബ്ലൗസ് ഇൻസഫിഷ്യന്റ് ആയിരിക്കും. 1 മീറ്റർ ബ്ലൗസ് കാണത്തില്ല.